വെറും 5 മിനിറ്റ് കൊണ്ട് വെജ് കുറുമ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഒരു കുക്കറിലേക്ക് നമ്മുടെ പച്ചക്കറികൾ എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ ബീൻസും ക്യാരറ്റും ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയത്, വേപ്പില, സവോള, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങില്ലേ അത് വേണമെങ്കിൽ ഒരല്പം നെയ്യ് ഇടാം, പിന്നെ കറിവേപ്പില, അതും നമ്മുടെ നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് വന്നപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ പിരിഞ്ഞ പോലെയാട്ടോ ഇരിക്കുന്നത്. ഇനി അതിനൊക്കെ പേടിക്കണ്ട. പക്ഷേ നമ്മൾ 1ാം പാലൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി സെറ്റാക്കി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കുറുമ കറി റെഡിയായി വരും. ഇനി നമ്മളതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1ാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാലാണ് നല്ലൊരു സ്മെല്ലൊക്കെ വരുള്ളൂ കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുളകുമുന്തിരിയൊക്കെ വറുത്ത് ചേർക്കാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ഞാൻ പറയാറുണ്ടല്ലോ കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമല്ലാന്ന്, അത് കാരണമായിട്ട് ഒരു നുള്ളിട്ട് കൊടുത്തേക്കുന്നത്. എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു സ്വീറ്റ് ഫ്ലേവറായിട്ട് ഉണ്ടാവുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ മധുരമാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഫൈനലി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഇങ്ങനെ കുറുകുറാന്നുള്ള കുറുമക്കറി കേട്ടോ. പിന്നെ ഒരു കാര്യം, എളുപ്പം കൊണ്ട് തന്നെ പണി കഴിയും, പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെള്ളയപ്പം. പിന്നെ കട്ടൻ ചായ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കുറുമക്കറി കണ്ട അധികമൊന്നും വെള്ളം ഒന്നുമില്ലാതെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി പോലെയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇത് വേവിക്കാൻ വെച്ചില്ലേ ഫസ്റ്റിൽ 2ാം പാലൊക്കെ വെച്ചിട്ട്, ആ സമയത്ത് നമ്മുടെ കയ്യിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക പൊടിക്കാത്തത് ഉണ്ടെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും കേട്ടോ മസാലയുടെ. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഫൈനലി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി.